ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കേരളത്തിലെ ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകന്മാർ ദുരിതപരിഷ്ടമായ രീതിയിൽ പ്രചരണം നടത്തുകയാണ്. ഇന്നിപ്പോൾ ഒരു കൂട്ടം സാംസ്കാരിക പ്രവർത്തകന്മാർ എന്ന നിലക്ക് പൊതുവെ കേരളം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പാടില്ല എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് തീർത്തും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സാംസ്കാരിക പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ആർക്കോ വേണ്ടി അവർ നടത്തുന്ന പ്രചരണമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാറിൻ്റെ മൂശയിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമല്ല. കസ്തൂരി രംഗനെ പോലെയുള്ള രാജ്യമേറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഏറെ വിലപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകന്മാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. പാർലമെൻറ്റിലും പാർലമെൻറ്റിന് പുറത്തും നിരവധി ചർച്ചകൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി നടത്തിയിട്ടുണ്ട്. അക്കാദമിക് തലത്തിലും നടത്തിയിട്ടുണ്ട്, അക്കാദമിക് രംഗത്തല്ലാത്തവരാരുമായിട്ടും നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ആവശ്യമായിട്ടുള്ള ഭേദഗതികളോടുകൂടിയാണ് 2022 ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചിട്ടുള്ളത്. അത് രാജ്യത്തിലെ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി വരികയാണ്. വിരലിലെണ്ണാവുന്ന ചില സംസ്ഥാനങ്ങളൊഴികെ ബാക്കി ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമെല്ലാം ദേശീയ വിദ്യാഭ്യാസ നയം ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ആ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചില സാംസ്കാരിക പ്രവർത്തകന്മാർ വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുമായി രംഗത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ മുന്നണികളുമൊക്കെ എതിർക്കുന്നത് രാഷ്ട്രീയമാണ്. കേരളത്തിലെ CPM കോൺഗ്രസോ ഒക്കെ എതിർക്കുന്നതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ചില സാംസ്കാരിക പ്രവർത്തകന്മാർ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് അത് അവസാനിപ്പിക്കണം. അവർ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. എനിക്കറിയില്ല ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ള ആളുകൾ ദേശീയ വിദ്യാഭ്യാസ നയം ഒരാവർത്തിയെങ്കിലും അവർ വായിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും ആധുനികവും ശാസ്ത്രീയവും സമഗ്രവുമാണ് പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ സംബന്ധിച്ചിട്ടുള്ളത്. സിലബസ് കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ നയത്തിന് പകരം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായൊരു വിദ്യാഭ്യാസ നയം വേണമെന്ന് കാലങ്ങളായി ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ നയമാണ്. വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അനവധി ഓപ്ഷനുകൾ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസ നയമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ എല്ലാ അഭിരുചികളെയും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് ഈ സാംസ്കാരിക പ്രവർത്തകന്മാർ രംഗത്ത് വരുന്നത് നിർഭാഗ്യകരമാണ്. അവർ അത് തിരുത്തണം. തിരുത്തിക്കൊണ്ട് ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്ത് വരാൻ അവർ തയ്യാറാകണമെന്ന് BJP അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം PMC ഒക്കെ വരുമ്പോൾ ഇവിടെ സവർക്കറേയും ഹെഡ്ഗേവാറിനെയും ഒക്കെ പഠിപ്പിക്കും, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് K. സുരേന്ദ്രനാണ് പറഞ്ഞത്. സാംസ്കാരിക നയന്മാരല്ലോ ആരെക്കുറിച്ചും പഠിപ്പിക്കാനല്ലോ. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഇപ്പോൾ കാർൽ മാർക്സിനെ കുറിച്ച് പഠിക്കേണ്ട ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ലെനിനെ കുറിച്ച് പഠിക്കേണ്ട എന്ന് പഠിക്കുന്നുണ്ടല്ലോ. കാർൽ മാർക്സും ലെനിനൊക്കെ കേരളത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, രാജ്യത്തെ പല ഭാഗത്തും പഠിക്കുന്നുണ്ടല്ലോ. വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം ഏതെങ്കിലും ഒരു കരിക്കുലം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ നയമല്ല. അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. വിദ്യാർത്ഥികൾക്ക് എന്ത് പഠിക്കണമെന്ന് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് അത്തരം ഏതെങ്കിലും ഒരു നയം അടിച്ചേൽപ്പിക്കാനല്ല. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങളാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്കും ആ കാര്യങ്ങൾ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. പക്ഷേ
വിദ്യാർത്ഥികൾ എന്തു പഠിക്കണമെന്ന് മുൻവിധിയോടുകൂടി കാണുന്നൊരു സമീപനമല്ല ദേശീയ വിദ്യാഭ്യാസ നയം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണം. പഠിച്ചതിന് ശേഷം അവർക്ക് അവരുടെ ചിന്താഗതിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള അവസരമുണ്ട്. അത് സ്വാഭാവികമായിട്ട് അർഹതയുമുണ്ട് വിദ്യാർത്ഥികൾക്ക്. അതിലെന്താ തെറ്റുള്ളത്? എതിരാണ് ഇടതുപക്ഷത്തിന്റെ പൊതു നിലപാട് നയം എന്നാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് മാറ്റം വരാനുള്ള സാഹചര്യം. അല്ലാതെ അവരോടാണല്ലോ ചോദിക്കേണ്ടത്. ഒരു സർക്കാരിനും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന മാറ്റി നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ വെറുതെ ഇതൊക്കെ രാഷ്ട്രീയമായ ആളുകളെ പല ആളുകളെയും തൃപ്തിപ്പെടുത്താനുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിലെ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ്. ഓൾറെഡി ഇപ്പോൾ തന്നെ എല്ലാ സർവകലാശാലകളിലും ദേശീയ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുന്നുണ്ട്. അത് കേരളത്തിലെ ആളുകൾ കാണാതെ പോകുന്നതാണ്.